നല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ, അതായത് ഞാൻ അവരുടെ പെർഫോമൻസിൽ കമൻറ്റ് ചെയ്യാനൊന്നും ആരും അല്ല. അവർ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന മൂവിയായിരുന്നു. ആൻഡ് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ എവറിത്തിങ് ഇസ് റിയലി ഗുഡ്. നാട്ടുകാരെല്ലാവരും കാണണം, അപ്രീഷിയേറ്റ് ദ മൂവി. അതിൻ്റെ എല്ലാം ഒന്ന് കണ്ടിട്ട് എല്ലാവരും റിവ്യൂ പറയുക. ഒത്തിരി സന്തോഷം വന്ന് കാണാൻ പറ്റിയാൽ. തീർച്ചയായിട്ടും കരയിപ്പിക്കും. കുറേ ഇമോഷൻസ് പോകുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, എന്തായാലും കണ്ണ് നിറയിക്കും. നിങ്ങളായിട്ട് തന്നെ പോയി കാണണം അല്ലേ? എന്തോ എൻട്രിയോ വരുമായിരിക്കും ഉടനെ, തീർച്ചയായിട്ടും. അമ്മയോട് സത്യാഗ്രഹം ആരെങ്കിലും ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സ് മനസ്സ് തോന്നി നമ്മളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഒത്തിരി സന്തോഷം, എല്ലാവരും പോയി കാണാം. ഞാൻ പിടിക്കണം. എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ തന്നെ സിനിമ അങ്ങനെ കാണാത്തതാണ് പതിവായിട്ട്. പക്ഷെ ഞാൻ എൻ്റെ തന്നെ സിനിമ 4 തവണ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ആലോചിക്കുമ്പം അത് എന്നെ പറ്റിയിട്ടോ എൻ്റെ അഭിനയത്തിനെ പറ്റിയിട്ടോ ഉള്ളൊരു സെയിം അല്ല. അത് ബിക്കോസ് ഉർവശി ചേച്ചി, ഇറ്റ്സ് ബിക്കോസ് ക്രിസ്റ്റോ. ഇങ്ങനത്തെ ഒരു സിനിമ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് കാലമായി. എനിക്ക് പണ്ടത്തെ നമ്മളുടെ സിനിമകളൊക്കെ ഓർമ്മ വരുന്നത്, കിട്ടത്തിൽ തനിയെ പോലത്തെ സിനിമകളൊക്കെ ഓർമ്മ വരും. ആ രീതിയിലുള്ള ഒരു നല്ല സിനിമയാണ്. നിങ്ങൾ എല്ലാവരും കാണണം, പോസ്റ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പാർവതിയൊക്കെ പറഞ്ഞോളൂ, ഉർവശി ചേച്ചി, വൺ വുമൻ ഷോ. ഞാൻ ഇപ്പൊ കണ്ട് തിയേറ്ററിൽ വലിയ ബിഗ് സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഐ എം നോട്ട് ഓവർ ഇറ്റ്. ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു ഞാൻ ഇതിൽ അഭിനയിച്ച ആളാണ്, എന്നിട്ടും അതിന്റെ ആഘാതത്തിൽ നിന്ന് ഞാൻ പുറത്ത് വന്നിട്ടില്ല. സോ പ്ലീസ് വാച്ച് ദ ഫിലിം. We've missed ഉർവശി ചേച്ചി for a long time. എനിക്ക് അയക്കണ്ട സാർ, നിങ്ങൾ ഇപ്പൊ ഈ സിനിമ ആണ്, എനിക്ക് അറിയാം എന്താ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും. വേറെ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ കോൺവെർസേഷൻസ്, ഡയലോഗ്സ് നമ്മളുടെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിലും നല്ല സിനിമയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, നല്ല ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ട് എന്തായാലും ഉള്ളൊഴുക്കിന് ഒരു ചാൻസ് കൊടുക്കണം. അവോർഡ് വേണ്ട, എനിക്ക് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും മാത്രം മതി. ക്രിസ്റ്റോന്റെ ആദ്യത്തെ സിനിമയാണ്, പക്ഷെ അങ്ങനെ തോന്നില്ല നമുക്ക്. അതായത് ഫീച്ചർ ഫിലിം ഇപ്പൊ ആദ്യത്തെയാണ്. ആൻഡ് ഉള്ളറിഞ്ഞ് ഒരു ഉള്ളൊഴുക്കാണ് തന്നിരിക്കുന്നത് ക്രിസ്റ്റോ. സോ പ്ലീസ്. താങ്ക് യു. ഉർവശി ചേച്ചി നമുക്ക് ബെഞ്ച് മാർക്ക് തന്നിട്ടുള്ളത്. ഷീസ് ദ ടോപ്പ് മോസ്റ്റ്. സോ അതെന്തായാലും പ്രതീക്ഷിക്കാം. ഒരു നിമിഷം പോലും എനിക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണ് മാറ്റാൻ പറ്റാതിരുന്നത് ചേച്ചിയുടെയും ഈ കഥയുടെയും ഉള്ള കാര്യമാണ്. പ്ലീസ് വാച്ച്. താങ്ക്സ്. സിനിമ വളരെ വളരെ പവർഫുൾ. എന്നിട്ട് ആരെ നോക്കിയിട്ടാ പറയട്ടെ? സിനിമ വളരെ പവർഫുൾ, ബ്രൂട്ടലി ഹോണസ്റ്റ് എന്ന് പറയാം. ക്രിസ്റ്റോ ഓരോ വാക്കുകളും ഓരോ വരികളും അത്രയും ശ്രദ്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. പെർഫോമൻസ് പറയാനാണെങ്കിൽ എല്ലാ ആക്ടേഴ്സും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉർവശി മാം ആണ്. അതുകൊണ്ടാണെന്ന് അറിയില്ല, മാം ആളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. നമുക്ക് ശരി തെറ്റുകളുടെ കൂടെ നിൽക്കാനോ ഈ കഥാപാത്രം മാത്രമാണ് ശരി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. നമ്മളതിലെ എല്ലാ മനുഷ്യരുടെയും കൂടെ നിന്നോ. സിനിമ തീരുമ്പോഴാണെങ്കിലും ആ തീരുന്ന നോട്ട് എന്താ പറയുക, നമുക്ക് ജീവിതം മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൂടുതൽ തരണ ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും വന്ന് കാണണം. അത് നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുന്ന ഒരു കഥയാണ്. അതിൽ നമുക്ക് ഒരു ഹോപ്പ് തന്നിട്ടാണ് ആ സിനിമ തീരുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോഴും ഷിവറിംഗ് ആണ്, അത്രയും ഹോണ്ടിങ് ആണ്. വളരെ സൂക്ഷ്മമായിട്ട് അത് പറയാൻ ശ്രമിച്ചു എന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് എന്ന് തോന്നുന്നു എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓൾസോ ക്രിസ്റ്റോ ഈ സിനിമയ്ക്കൊക്കെ മുമ്പ് തന്നെ ക്രിസ്റ്റോയ്ക്ക് ആസ് എ ഫിൽം മേക്കർ ഒരു ഐഡന്റിറ്റി ഒക്കെ ഉണ്ട്. എങ്കിലും ക്രിസ്റ്റോയുടെ ആദ്യത്തെ മലയാളം ഫീച്ചർ ഫിലിം എന്നുള്ള രീതിയിൽ ഇതും ഇനി ക്രിസ്റ്റോ ചെയ്യാനിരിക്കുന്ന വർക്കും എല്ലാം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പാർവതിയും ചേച്ചിയും അർജുനും എല്ലാവരും ഗംഭീരം പടവും. അടിപൊളി, ഗംഭീര സിനിമ.
കോമ്പറ്റീഷൻ അല്ലല്ലോ, അവര് കൊളാബറേറ്റ് ചെയ്യല്ലേ. നിങ്ങളത് കോമ്പറ്റീഷൻ ആയിട്ട് കാണേണ്ട കാര്യമില്ല. എനിക്കൊന്ന് രണ്ട് ബുദ്ധിയുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള രണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഹ്യൂമൻ ബീങ്സ് ആണ് ഉർവശി ചേച്ചി, പാർവതി ചേച്ചി. എനിക്ക് പാർവതിനെ കുറേം കൂടെ നന്നായിട്ട് അറിയാം. ഉർവശി ചേച്ചിനെ ആസ് ആൻ ആക്ടർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എനിക്ക് പാർവതിയുടെ ഒരു സിനിമ വന്നതിന്റെ സന്തോഷമുണ്ട്, കണ്ടതിന്റെ സന്തോഷമുണ്ട്. ഇത് ഞാനെപ്പോഴും പാർവതിയുടെ ഒരു വെൽവിഷറാണ്. അപ്പം വെരി ഹാപ്പി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കൊളാബറേഷനിൽ ഉർവശി പാർവതി എന്നുള്ള ഒരു കോമ്പിനേഷൻ കാണാൻ ഭയങ്കര, എനിക്ക് ആരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ മലയാള സിനിമയിൽ ഈ ഒരു കോമ്പിനേഷൻ. വേറെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഈ മൂവിയുടെ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആണ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. യെസ് ഐ നോ, ലപത്ത ലേഡീസിന്റെ കൂടെ ഡെഫിനറ്റ്ലി ആ ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടല്ലോ. ഇതാണിപ്പം റിയൽ ആയിട്ടുള്ള സിനിമകൾക്ക് റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം. അവിടെ ആണിനും സ്ഥാനമുണ്ട്, പെണ്ണിനും സ്ഥാനമുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു. ഭയങ്കര പെർഫോമൻസ് ആക്ടിങ്ങിന്റെ മാസ്റ്റർ ക്ലാസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ആക്ടേഴ്സിനൊക്കെ കണ്ട് പഠിക്കേണ്ട പോലത്തെ ഒരു പെർഫോമൻസ്. ഭയങ്കര രസമാണ്, ഭയങ്കര ഇന്റൻസ് ആണ്. വളരെ ഇപ്പോൾ പ്രശാന്ത് ആയി കഴിഞ്ഞാൽ പാർവതി ആയാലും ഗ്രൂപ്പ് ഓഫ് ഗുഡ് ആക്ടേഴ്സ്, ഗ്രേറ്റ് ആക്ടേഴ്സ് പെർഫോമൻസസ് ഭയങ്കര ഇന്റൻസ് ആണ്. സിനിമ തുടങ്ങുന്നതിൽ അവസാനം വരെ നമ്മൾ ഭയങ്കര ഇവരുടെ ഒരു സ്പേസിലായിരിക്കും. മോസ്റ്റ്ലി ഭയങ്കരമായിട്ട് പോയി. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലായിരുന്നു? ഓക്കെ, ഒരാഴ്ച ഞാൻ പാസ്. Generally, how do I say this? It's ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിറക്ഷൻ ആയാലും മേക്കിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് അഭിനയിച്ച രീതി ആയാലും ഭയങ്കര ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. വളരെ റിയൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇങ്ങനത്തെ മൂവി ഒട്ടും കാണാത്ത ഒരാളാണ് ഞാൻ. ബിക്കോസ് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ ആരും അതിനെ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ ആ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാനാണ് ഞാൻ പൊതുവെ സിനിമ കാണാറ്. പക്ഷെ ഇറ്റ്സ് ഓൾ മെസ്സേജ് എന്ന രീതിയിലല്ല, അത് മനുഷ്യരുടെ ഒരു മനസ്സിനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മളെല്ലാവരും, പക്ഷേ സ്ത്രീകള് അതുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളും അത് അവർ അടക്കി മടക്കാതെ ഒക്കെ ചെയ്തെടുത്ത് കൂടുതൽ പറഞ്ഞെല്ലാം പുറത്തു വരും. പക്ഷെ ആ ട്രെയിലറിൽ തന്നെ അവിടെ വെച്ച് ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നമ്മള് ജീവിക്കുമ്പം കുറെ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അടക്കുകയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ there are a lot of things that happen. So അതൊക്കെ കൂടെ വെള്ളപ്പൊക്കം സമയത്ത് സംഭവം കാണണം. ലൈക്ക് ഐ സേ വളരെ റിയൽ ആയ സിനിമയാണ്. അപ്പൊ അത് യൂസ്ഫുള്ളായി. അത് കൂട്ടല്ലേ ആയാലും ഇതൊക്കെ കുറെ നാളായിട്ട് നമ്മളിപ്പം മീഡിയയിൽ കുറെ ചോദ്യങ്ങൾ വന്നൊരു സമയമാണ്. സ്ത്രീകൾ എവിടെ ഇവിടൊക്കെ തന്നെ അതിനെക്കാളും ശക്തമായിട്ട് തന്നെയുണ്ട്. ഐ മീൻ ലൈക്ക് ഐ സെഡ്, ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാർ വേണം. മൾട്ടിപ്പിൾ ബോയ്സ് ആണെങ്കിൽ അത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് അഭിനയിക്കാനും മലയാളത്തിൽ വളരെ ശക്തമായ സ്ത്രീകളും ഉണ്ട്. അതുപോലെ ഇതിൽ കുറെ ബ്രില്യൻ്റ് ആയ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെയിൽ കാസ്റ്റ്, ബ്രില്യൻ്റ് ആക്ടേഴ്സ്, ബ്രില്യൻ്റ് കാസ്റ്റിംഗ്, ബ്രില്യൻ്റ് എവറിത്തിങ്. ലോട്ട്സ് ഓഫ് പീപ്പിൾ വരുന്നുണ്ട്. സന്തോഷം. നിങ്ങളെല്ലാവരും ഈ ഡയറക്ടറിനെ ഇന്നത്തെ സിനിമ കണ്ടിട്ട് മനസ്സിലാവും. വളരെ ഡിഫറെൻറ്റ് സ്റ്റോറി ലൈനാണ് പിടിക്കാൻ നോക്കാറ്. ഇതിൽ ഒറിജിനൽ ഐ എം ലൈക്ക് എ ബിഗ് ഫാൻ. സോ എനിക്ക് എന്തായാലും തർബി സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും. താങ്ക് യു. ഗംഭീര പടം, നല്ല പടം. ഭയങ്കര ആക്ടിങ് ആണ് എല്ലാവരും കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര ആക്ടിങ്. ഉർവശി അടിപൊളി, ഒരു രക്ഷയില്ല. ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. അർജുൻ, പ്രശാന്ത് മുരളി, പിന്നെ എല്ലാവരും അസലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള പടമാണ്. ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. വന്ന് കാണണം എല്ലാവരും. ചേട്ടൻ്റെ പുതിയ ലുക്കാണല്ലോ.
വെറുതെ വെറുതെ എഴുതി വെച്ചൊരു സാധനം എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഈ ക്യാരക്ടറിലൂടെ ജീവിക്കുമ്പം അത് കാണുമ്പം അത് ഡയറക്ടർ എന്താ പറയുന്ന ബെസ്റ്റ് ഫീലിംഗ് ആയിട്ട് ഫൈനലി ലൈൻസ് ബൈ ദിസ് ഡയറക്ടർ. മലയാള സിനിമ ഇപ്പൊ എല്ലാ ജോണറുകളും ഓടുന്നു, എല്ലാ ജോണറുകളും ആളുകൾ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ പ്രേക്ഷകർ സിനിമ കാണാൻ വേണ്ടി എല്ലാവരും തിയേറ്ററിൽ അത് കാണണം. കാരണം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വിഷ്വലി ആണെങ്കിലും സൗണ്ട് സ്കേപ്പ് നോക്കിക്കഴിഞ്ഞാലും വെള്ളപ്പൊക്കം, മഴ, അതൊക്കെ ഒരു ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. VFX വളരെ മിനിമം ഉപയോഗിച്ച് എല്ലാം റിയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെല്ലാം റിയൽ ഫ്രെഡ്സിൽ വളരെ സാധ്യതമായിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്ത ഒരുപാട് സീൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ആ റിയൽ ലാസ്റ്റ് സീനിൽ ചേച്ചിയുടെ ഒക്കെ ഒരു പ്രോസസ്സിൽ അത് അൺട്രാവൽ ചെയ്യുന്നത് ഒരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കറിയാൻ സൈനോട്ടിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ആണല്ലോ. അപ്പൊ അതിനെ വെച്ചുള്ള ആ സംഭവം തന്നെ കൂടുതൽ സംഭവത്തിന് ഒരു സിനിമ ടോപ്പിക് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് സാധ്യമാണോ? ഇല്ല, ഞാനിത് കരീംസേന ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ഒരു കഥയാണ്, വർക്കാണ്. ഞാനിന്ന് തോന്നുന്നു ഞാനിത് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്തു ആ ഒരു ഫീൽഡിൽ നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് തന്നെ. അപ്പം എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി അതിലേക്ക് തിരിച്ചു പോകുന്നുള്ളത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഡിഫറെന്റ് ഫിലിംസ് ചെയ്യാനാണ്, ഡിഫറെന്റ് ജോണേഴ്സിലുള്ള ഫിലിം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.